ഇസ്രായേൽ ഹിസ്ബുള്ള വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ പുതിയ മേധാവിയായിട്ട് ഹാഷിം സഫീദ്ദീനെ ഹിസ്ബുള്ള ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊരു വാർത്തയാ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ള പുതിയ മേധാവിയായിട്ട് ഹാഷിം സഫീദ്ദീനെ പ്രഖ്യാപിച്ച അന്നത്തെ ദിവസം, അതായത് മേധാവിയായി ഇരുന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇസ്രായേല് ഒരു 1.5 സമ്മാനം ഹിസ്ബുള്ളയുടെ പുതിയ മേധാവി ഹാഷിം സഫീദ്ദീന് കൊടുത്തിരിക്കുന്നു. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം. അതിനു മുമ്പായിട്ട് ഹാഷിം സഫീദ്ദീൻ ഈ ഒരു സമയത്ത്, ഈ ഒരു നിലവിൽ ഇതുവരെ എന്തൊക്കെയാണ് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുള്ളത് എന്നൊന്ന് പരിശോധിക്കാം. ഹസൻ നസ്രുള്ള, അതായത് മുൻ മേധാവിയായിട്ടുള്ള ഹിസ്ബുള്ളയുടെ മുൻ മേധാവി ഹസൻ നസ്രുള്ളയുടെ വളരെ അടുത്ത ബന്ധുവാണ് ഈ പറയുന്ന ഹാഷിം സഫീദ്ദീൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നിലവിൽ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ തലവനായി ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ച് മുന്നോട്ട് പോകുന്നു. അതേപോലെ തന്നെ സൈനിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഹിസ്ബുള്ള ജിഹാദ് കൗൺസിൽ അംഗവും കൂടിയാണ് ഈ ഹാഷിം സഫീദ്ദീൻ എന്ന് പറയുന്നത്. ആ ഭീകരനെയാണ് ഇപ്പൊ ഹിസ്ബുള്ളയുടെ മേധാവിയായിട്ട് ഹിസ്ബുള്ള ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം, ഹിസ്ബുള്ളയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇസ്രായേലി സൈന്യം ശക്തമായിട്ടുള്ള ആക്രമണത്തിൽ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. ആ ഒരു ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ മേധാവി ഹസൻ നസ്രുള്ള കൊല്ലപ്പെട്ടത്. അതിനുശേഷമാണിപ്പോ പുതിയ മേധാവിയെ ഹിസ്ബുള്ള ഇപ്പോ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പ്രഖ്യാപിച്ചിട്ട് ഈ പുതിയ മേധാവി ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ ഇവരുടെ, ഈ പുതിയ മേധാവിയൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടില്ല. അതിൽ തന്നെ തോക്കൊക്കെ വെച്ച്, തോക്കിനൊരു ഉമ്മയൊക്കെ വെച്ചുകൊണ്ടാണ് ഈ ചടങ്ങൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനമൊക്കെ ഹിസ്ബുള്ളയുടെ വലിയ ഭീകരൻ എന്ന സ്ഥാനമൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. വലിയ ഒരു ഉമ്മ വെക്കലൊക്കെ നടന്നിട്ടുണ്ട് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട ആ ചടങ്ങിൽ. ഇതുപോലെ തോക്കിനൊക്കെ ഉമ്മ വെച്ച് തുടങ്ങുകയാണെങ്കിൽ ഈ മേധാവിയും എത്ര കാലമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാനേ സാധിക്കോ. ഹിസ്ബുള്ളയുടെയൊക്കെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഭീകര പ്രവർത്തനമാണ് എന്നുള്ളതല്ലേ നമ്മൾ ഇതുപോലെയുള്ള ചടങ്ങുകളൊക്കെ കാണുമ്പോൾ ലളിതമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ കൃത്യമായിട്ട് പുതിയ മേധാവിയായിട്ട് ഹാഷിം സഫീദ്ദീൻ വന്ന ദിവസം തന്നെ ഒരു 1.5 സമ്മാനമാ ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് കൊടുത്തിട്ടുള്ളത്. ഇസ്രായേലിന്റെ 120 കേന്ദ്രങ്ങളാ ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിട്ടുള്ളത്. ഹിസ്ബുള്ളയുടെ ഇൻഫ്രാസ്ട്രക്ചറുകള്, അതേപോലെ തന്നെ ഹിസ്ബുള്ളയുടെ വിവിധ വിഭാഗങ്ങളുടെ ഹെഡ്ക്വാർട്ടേഴ്സും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. നമുക്കറിയാം, വളരെ പ്രധാനപ്പെട്ട ഹെഡ്ക്വാർട്ടേഴ്സ് ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇവർക്ക് ഒരുപാട് ഫോഴ്സുകളും യൂണിറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ തന്നെ അതിൻ്റെതായ രീതിയിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സുകളുണ്ട്. അതൊക്കെ തന്നെ ഇസ്രായേൽ 120 ഹെഡ്ക്വാർട്ടേഴ്സുകൾ ഉൾപ്പെടെ 120 ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഇസ്രായേലി സൈന്യം തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. ആ തകർത്ത് തരിപ്പണമാക്കിയത് എപ്പോഴാ? ഹിസ്ബുള്ളയുടെ പുതിയ മേധാവിയായിട്ട് ഹാഷിം സഫീദ്ദീൻ നിയമിച്ച് ഹിസ്ബുള്ള പ്രഖ്യാപിച്ച സമയത്ത് തന്നെ ചാർജ് ഏറ്റെടുക്കലിന്റെ തൊട്ടു പിന്നാലെ ഇസ്രായേലിന്റെ ഒരു 1.5 സമ്മാനമായിട്ടാണിപ്പോ നമ്മളൊക്കെ ആ ആക്രമണത്തെ കാണേണ്ടതുള്ളൂ. ഹിസ്ബുള്ളക്ക് കൃത്യമായിട്ടുള്ള സന്ദേശം ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കീഴടങ്ങാം, അതല്ലെങ്കിൽ യുദ്ധം തന്നെ എന്നുള്ളത്. ഹിസ്ബുള്ളയുടെ ഇനി നിലവിലുള്ള നേതാക്കന്മാർക്കെങ്കിലും ജീവിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഇസ്രായേലിനോട് കീഴടങ്ങുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ
വേണ്ട. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം മുന്നോട്ട് വെക്കാനുണ്ട്. ഈ ഹിസ്ബുള്ളയുടെ പുതിയ മേധാവിയൊക്കെ വന്ന ഈ ഒരു സന്ദർഭത്തിൽ തന്നെ സകല ആളുകളും തിരിച്ചറിയേണ്ടതാണ്. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് പ്രീണന മാധ്യമ പ്രവർത്തനം നടത്തുന്ന നമ്മുടെ പ്രമുഖ കുറച്ച് മാധ്യമങ്ങളുണ്ടല്ലോ, ആ മാധ്യമങ്ങളൊക്കെ തന്നെ മറച്ചു പിടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമുക്കറിയാം ഈ ഹിസ്ബുള്ളയൊക്കെയായി ബന്ധപ്പെട്ട് ലബനാൻ എന്ന രാജ്യം എത്രത്തോളം തകർന്ന് തരിപ്പണമായി എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്നതാണ്. പാലസ്തീനിലെ ഇവരൊക്കെ വലിയ വിശേഷിപ്പിക്കുന്ന ഒരു യാസർ അറഫാത്ത് എന്നൊരു വ്യക്തിയുണ്ടല്ലോ. ആ യാസർ അറഫാത്ത് കാരണം ആ യാസർ അറഫാത്തിൻ്റെ കാലഘട്ടത്തിലാണ് ലബനാനിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഈ യാസർ അറഫാത്തും അവിടെയുള്ള കുറേ പാലസ്തീൻ തീവ്രവാദികളും കൂടി ലബനാനിലേക്ക് ആ കാലഘട്ടത്തിൽ കടന്നു കയറുന്നു, കുടിയേറി പാർക്കുന്നു, എന്നിട്ട് ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ ലബനാനിലേക്ക് ആ കാലഘട്ടത്തിലും വലിയ ആക്രമണം തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ ആക്രമണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പല രാജ്യങ്ങളിൽ നിന്ന് പല രീതിയിൽ ആ ഒരു രാജ്യത്തേക്ക് കുടിയേറ്റക്കാരെത്തി. അങ്ങനെ പാലസ്തീനിൽ നിന്ന് വന്നിട്ടുള്ള തീവ്രവാദികളായിട്ടുള്ള ആളുകൾ, പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള കുടിയേറ്റക്കാരൊക്കെ തന്നെ ലബനാനിൽ ഒരുപാട് ആയി. ഈ യാസർ അറഫാത്തൊക്കെ ഈ ലബനാൻ എന്ന രാജ്യത്തേക്ക് എത്തുന്നതിന് മുമ്പ് വരെ ആ രാജ്യം ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായിരുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ്. ആ രാജ്യം വളരെ വലിയ സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ലോക സഞ്ചാരികൾ വരുന്ന വളരെ നല്ലൊരു പ്രധാനപ്പെട്ട രാജ്യമായിരുന്നു ഈ ലബനാനി എന്ന് പറയുന്നത്. യാസർ അറഫാത്തിന്റെ കാലഘട്ടത്തിൽ യാസർ അറഫാത്തും അവിടെയുള്ള പാലസ്തീനി തീവ്രവാദികളും ലബനാനിലേക്ക് എന്ന് കാലെടുത്തു വെച്ചോ ആ സമയം മുതൽ ലബനാൻ എന്ന രാജ്യം കഷ്ടതയിലേക്കാ മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ തീവ്രവാദം എന്ന് ലബനാനിലെത്തിയോ ആ രാജ്യം അന്നു മുതൽ നശിച്ചു തുടങ്ങി എന്ന് ഞങ്ങളൊക്കെ സകല ആളുകളും തിരിച്ചറിയണം. ഇന്ന് ഒരു സഞ്ചാരി പോലും ലബനാനിലേക്ക് പോവില്ല. സമാധാനത്തിൽ ലബനാനിൽ ഇന്നൊരു ചായ കുടിക്കാൻ സാധിക്കുമോ? ലബനാൻ എന്നാൽ ഇപ്പോൾ ലോകത്തെവിടെയും എന്താ ചർച്ച? ഹിസ്ബുള്ള, ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടന എന്ന്. ആ രാജ്യം അപ്പോൾ എത്രത്തോളം നശിച്ചു പോകുന്നുണ്ട് എന്ന് നിങ്ങളൊക്കെ തന്നെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഈ തീവ്രവാദം എന്ന് ലബനാനിലേക്ക് എത്തിയോ അന്ന് മുതൽ ആ രാജ്യം വലിയ കഷ്ടതയിലൂടെയാ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇവിടെ പുതിയ മേധാവി വരുന്നതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ പോലും കുറച്ച് ആളുകൾ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നില്ലേ? ആ രാജ്യം ആ പുതിയ മേധാവിയിലൂടെയും ഇനി എത്ര കാലം നശിക്കുമെന്ന് നമുക്കൊന്നും തന്നെ പറയാൻ പോലും സാധിക്കില്ല. അത്തരത്തിലുള്ള വലിയൊരു ഭീകര സംഘടനയാ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത്. ഈ പുതിയ മേധാവിയൊക്കെ തിരഞ്ഞെടുത്തതിലൊക്കെ വലിയ ആവേശ നമ്മുടെ കേരളത്തിൽ പോലും കുറേ ആളുകളെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ തന്നെ വലിയ ആവേശ. എന്നിട്ട് ഈ ഒരു ഹിസ്ബുള്ളയൊക്കെ മഹത്വൽക്കരിക്കുക യാതൊരു ഉളുപ്പുമില്ലാതെ. ഈ ഹിസ്ബുള്ള കാരണമൊക്കെ ലബനാൻ എന്ന സുന്ദരമായ രാജ്യം എത്രത്തോളം നശിക്കപ്പെട്ടു എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം. ലബനാനിൽ ഇന്നും ഒരു ജനത ഇതിലൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഹിസ്ബുള്ളയൊക്കെ ഇല്ലാതാവണമെന്ന് ലബനാൻ എന്ന രാജ്യത്തെ ഒരുപാട് സാധാരണക്കാര് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതും ഇവിടെയുള്ള സകല സുബോധമുള്ള ആളുകളും തിരിച്ചറിയണം. ഈ ഹിസ്ബുള്ളയൊക്കെ ഇല്ലാതാവേണ്ടത് ലബനാനെ സംബന്ധിച്ചും വളരെ വലിയൊരു അത്യാവശ്യമാണ് എന്നുള്ളത് തന്നെയാ വളരെ വലിയ യാഥാർത്ഥ്യം.